ഹലോ എവരി വൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോപിനാഥ് മൊഹന്തിൻ്റെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് നോവൽ ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ പരാജ എന്ന നോവലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോവലിനെ കുറിച്ച് ആദ്യം ഒരു സമ്മറി തരാം. ഈ നോവൽ പബ്ലിഷ് ചെയ്തേക്കുന്നത് 1945 ഇതൊരു പവർഫുൾ സോഷ്യൽ റിയലിസ്റ്റിക് നോവലാണ്. അതായത് യഥാർത്ഥ ജീവിതങ്ങളും അവരെ സ്ട്രഗിൾസും അതുപോലെ പരാജ എന്ന ട്രൈബൽ കമ്മ്യൂണിറ്റി, ഒഡീഷയിലുള്ള പരാജ എന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ സ്ട്രഗിൾസും അവരുടെ ജീവിതങ്ങളും അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആളുകളെക്കുറിച്ചും ഒക്കെയുള്ള ഒരു നോവലാണ്. ഇത് ഒരു ഫാമിലീൻ്റെ മാത്രം സ്റ്റോറിയല്ല. ഇതൊരു പരാജ കമ്മ്യൂണിറ്റിയിലുള്ള നിരവധി ആളുകളുടെ ഈ പോവേർട്ടിയിലും കൊളോണിയൽ അഡ്മിനിസ്ട്രേഷനിലും സോഷ്യൽ ഇൻജസ്റ്റിസിലും തകർന്ന ഒരുപാട് ആളുകളുടെ സ്റ്റോറിയാണ് ഈ പരാജ എന്നുള്ളത്. ഇന്നും ഈ നോവൽ വളരെ റിലവൻ്റായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഓഥറായ ഗോപിനാഥ് മൊഹന്തിയെക്കുറിച്ച് നോക്കാം. ഇഗ്നോ എക്സാംസ് എഴുതുന്നവർക്കറിയാം, ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എസ്സേ ടൈപ്പാണ് എക്സാംസിന് ഉണ്ടാവുക. അപ്പം കൃത്യമായൊരു ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതിന് ഓഥറിനെ കുറിച്ചും നന്നായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് എസ്സേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഓഥറിനെ കുറിച്ച് നമുക്ക് പറയാം. Okay. Gopinath Mohanty was born in 1914 in Odisha and became one of the most celebrated writers in Odia literature. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ പറയേണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സിമ്പിൾ ഇംഗ്ലീഷിൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഫുൾ മലയാളത്തിലായാലും എക്സാമിന് എഴുതുമ്പം ഇംഗ്ലീഷ് വേർഡ്സ് കിട്ടില്ല. കേട്ട മലയാളം വാക്കുകളായിരിക്കും ഓർമ്മയുണ്ടാവുക. അപ്പം കുറച്ച് ഇംഗ്ലീഷിലും കേൾക്കുന്നതായിരിക്കും എക്സാം എഴുതുന്നവർക്ക് കുറച്ചുകൂടി നല്ല. He studied at Ravenshaw College and later completed his master degree from Patna University. അപ്പോൾ ഗോപിനാഥ് മൊഹന്തിയെ മറ്റുള്ള റൈറ്റേഴ്സിന് വ്യത്യസ്തനാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബാക്കിയുള്ളവർ ദൂരെ നിന്ന് ഒബ്സർവ് ചെയ്ത് മാത്രമാണ് ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ സ്ട്രഗിൾസും മറ്റും അതിനെക്കുറിച്ചും എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗോപിനാഥ് മൊഹന്തി അവരുടെ കൂടെ താമസിച്ച് അവരുടെ കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് അറിഞ്ഞ്, അതുപോലെ അവിടെ നിലനിന്നിരുന്ന കസ്റ്റംസ്, ട്രഡീഷൻസ്, അവരെ വിശ്വാസങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടാണ് ബുക്സ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് കുറച്ച് നോവൽസാണ്. ദാഡി ബുദ്ധ, പരാജ, അമൃതാര സന്താന, മാതി മാതല. അതുപോലെ അദ്ദേഹത്തിന് ജ്ഞാനപീഠ അവാർഡും പത്മഭൂഷൺ അവാർഡും അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചറിലുള്ള കോൺട്രിബ്യൂഷൻസിന് അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇനി നോവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നോവൽ പബ്ലിഷ് ചെയ്ത ഇയർ നേരത്തെ പറഞ്ഞ പോലെ 1945. ഇത് ഒറിജിനൽ ലാംഗ്വേജ് ഇത് എഴുതിയിരുന്നത് ഒഡിയയിലാണ്, ഒഡീഷ്യൻ ലാംഗ്വേജിലായ ഒഡിയയിലാണ്. എന്നാൽ ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് 1987. അത് ബൈ ബിക്രം കെ ദാസാണ് ഈ ഒഡിയയിലുള്ള നോവൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഈ നോവലിൻ്റെ ജനർ എന്ന് പറഞ്ഞാൽ ഇതൊരു സോഷ്യൽ റിയലിസ്റ്റിക് നോവലാണ്, ട്രൈബൽ നോവലാണ്, അതുപോലെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ, റീജിയണൽ ലിറ്ററേച്ചർ എന്നിട്ടുള്ള സെറ്റിങ്സിലെല്ലാം വരുന്നൊരു നോവലാണ് പരാജ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ ഈ നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒഡീഷയിലെ ഒരു കൊരാട്ട്പുട്ട് എന്ന സ്ഥലത്തെ സർസുപതാർ എന്ന ഒരു ചെറിയൊരു ട്രൈബൽ വില്ലേജിലാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ട്രൈബൽ വില്ലേജിലാണ് പരാജ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ താമസിക്കുന്നത്. അപ്പോൾ അവരെ ജീവിതം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആൻഡ് കംപ്ലീറ്റ്ലി കണക്റ്റഡ് ടു ദ നേച്ചർ, പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതമാണ് പരാജ കമ്മ്യൂണിറ്റിയുടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോവാം. നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒഡീഷയിലെ കൊരാപ്പുട്ട് എന്ന സ്ഥലത്ത് ഒരു ചെറിയ ട്രൈബൽ വില്ലേജായ സർസുപതാർ എന്ന ഒരു ട്രൈബൽ വില്ലേജിൽ നിന്നാണ്. അപ്പോൾ ഈ വില്ലേജിൽ മെയിനായിട്ടുള്ളത് പരാജ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ജീവിതം ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് വളരെ സിമ്പിളും അതുപോലെ നേച്ചർ, ഫോറസ്റ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ജീവിതമാണ് പരാജ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ളത്. അപ്പോൾ ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് സുക്രു ജാനി. അപ്പോൾ ഇദ്ദേഹത്തിന് ഫാമിലി വൈഫ് സോംബാരി ഓൾറെഡി മരിച്ചതാണ്. അപ്പോൾ സുക്രുജാനിക്ക് 4 മക്കളാണുള്ളത്, 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. അപ്പോൾ പേര് നോട്ട് ചെയ്യുക, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം ആൺകുട്ടികളുടെ പേര് മാണ്ഡിയ ആൻഡ് തിക്ര.
പെൺകുട്ടികളുടെ പേര് ജില്ലിയും ബില്ലിയും, JILIBILI. അപ്പോൾ ഇവർ ദരിദ്രരാണെങ്കിലും ഇവരെ ജീവിതം കൊണ്ട് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നല്ലൊരു കുടുംബവും പിന്നെ അയാൾക്ക് സ്വന്തമായൊരു ലാൻഡും ഉണ്ട്. അപ്പോൾ ജീവിതം കൊണ്ട് ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം നമുക്ക് ഈ നോവൽ കൃത്യമായിട്ട് വായിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണാം സ്റ്റോറി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പോവുകയല്ല, പക്ഷേ ഇവർ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ ട്രൈബൽ കസ്റ്റംസ്, ഫുഡ് ഹാബിറ്റ്സ്, അവരുടെ ജീവിതം, അവരുടെ ഹൗസ് ഫെസ്റ്റിവൽസ്, വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ, മാരേജ് കസ്റ്റംസ്, റിലേഷൻഷിപ്പ് വിത്ത് ഫോറസ്റ്റ്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ തന്നുകൊണ്ടാണ് നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ സുക്രു ജാനി എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ഫാമിലീൻ്റെ ഫ്യൂച്ചർ എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അയാൾ സ്വപ്നം കണ്ടിരുന്നു. അങ്ങനെ ഇയാൾ അവിടെയുള്ള ഫോറസ്റ്റ് ഗാർഡ്, അപ്പോൾ ഫോറസ്റ്റിൽ ഇത് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒരു ഫോറസ്റ്റ് ഗാർഡ് ഉണ്ട്. അപ്പോൾ ഫോറസ്റ്റ് ഗാർഡിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കാൻ പോവുകയായിട്ട് നമുക്ക് കാണാം. അതായത് മാലി ധമാക്ക ഹിൽ എന്ന് പറയുന്ന ഫോറസ്റ്റിൻ്റെ ഒരു പാർട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി, അതായത് അവിടുത്തെ മരമൊക്കെ മുറിച്ച് മാറ്റി അതൊരു നല്ലൊരു പ്രദേശമാക്കി അവിടെ കൃഷി ചെയ്യാൻ വേണ്ടി അതിൻ്റെ പെർമിഷൻ ചോദിക്കാൻ വേണ്ടി സുക്രു ജാനി ഫോറസ്റ്റ് ഗാർഡിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഫോറസ്റ്റ് ഗാർഡ് അതിന് പെർമിഷൻ തരുന്നുണ്ട്. അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് സുക്രു ജാനിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും അവിടെ ഫോറസ്റ്റ് ക്ലിയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് ഒരു പോസിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ പക്ഷെ അതേപോലെ ഇതാണ് സ്റ്റോറിയുടെ എൻ്റയർ ട്രാജഡി, അവരുടെ കുടുംബത്തിൻ്റെ ട്രാജഡി സ്റ്റാർട്ട് ചെയ്യുന്നതും ഇവിടെ നിന്നാണ്. അപ്പം ഇവരിവിടെ നല്ലൊരു പോസിറ്റീവ് ഡെവലപ്മെൻ്റായി കണ്ട് അവരായ ലാൻഡ് ക്ലിയർ ചെയ്യുന്ന സമയത്ത് വേറൊരു പ്രശ്നം കൂടി വരുന്നുണ്ട്. അദ്ദേഹത്തിന് 2 പെൺകുട്ടികളാണെന്ന് പറഞ്ഞു, ജില്ലി ആൻഡ് ബില്ലി. അപ്പോൾ ദ ഫോറസ്റ്റ് ഗാർഡ് ബിക്കംസ് അട്രാക്റ്റഡ് ടു ജില്ലി, സുക്രൂസ് ബ്യൂട്ടിഫുൾ ഡോട്ടർ. അപ്പോൾ സുക്രുവിൻ്റെ ഏറ്റവും സുന്ദരിയായ മകളായ ജില്ലി ഫോറസ്റ്റ് ഗാർഡിന് ഒരു അട്രാക്ഷൻ തോന്നുന്നു. പക്ഷെ ജില്ലി എന്താണ്, ഓൾറെഡി ബാഗ്ല എന്ന് പറയുന്ന രംഗു പരാജ എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റി തന്നെയുള്ള ഒരാളുടെ മകനുമായിട്ട് ഇഷ്ടത്തിലാണ്. ജില്ലു ഓൾറെഡി ബാഗ്ലയായിട്ട് ഇഷ്ടത്തിലാണ്. അപ്പോൾ ഫോറസ്റ്റ് ഗാർഡ് അദ്ദേഹത്തിന് പേഴ്സണൽ ഇൻട്രസ്റ്റായി അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ഈ ഇൻട്രസ്റ്റാണ് പിന്നീട് സ്റ്റോറീൻ്റെ ഗതി തന്നെ മാറ്റുന്നത്. സ്റ്റോറി ഇതുപോലെ ഇവരെ പരാജയ കമ്മ്യൂണിറ്റീസിൻ്റെ കാര്യങ്ങൾ പറയുന്നതിനൊപ്പം തന്നെ ഈ അൺമാരീഡ് ആയിട്ടുള്ള ഗേൾസും ബോയ്സും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഈ നോവൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് വേറൊരു ക്യാരക്ടറിനെ കൂടി പരിചയപ്പെടാം. ജില്ലി ബില്ലി എന്ന് പറയുന്ന പോലെ ജില്ലീൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് കജോടി. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ബാഗ്ല എന്ന് പറയുന്നത് ജില്ലിയുമായിട്ട് ജില്ലിക്കും ഇഷ്ടമുള്ള പയ്യനാണ് ബാഗ്ല. മാണ്ഡ്യ എന്ന് പറയുന്നത് സുക്രുവിൻ്റെ ഏറ്റവും മൂത്ത മകൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മാണ്ഡ്യ, അതായത് സുക്രുവിൻ്റെ മൂത്ത മകന് ജില്ലീൻ്റെ ഫ്രണ്ടായ കജോടിയോടൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. അങ്ങനെ ഫോറസ്റ്റ് ഗാർഡിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ജില്ലീനെ ഹറാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സുക്രു വീട്ടിലില്ലാത്ത സമയത്ത് വീട്ടിൽ പോയി കല്യാണത്തിന് നിർബന്ധിക്കുകയും ഒക്കെ ചെയ്ത് ജില്ലീനെയും ബില്ലിനെയും പേടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഫോറസ്റ്റ് ഗാർഡ് കൗ പരാജ എന്ന് പറയുന്ന മെസ്സഞ്ചറിനെ ഒരു പ്രൊപ്പോസലായിട്ട് സുക്രുവിൻ്റെ വീട്ടിലേക്ക് അയക്കുന്നുണ്ട്. അതായത് മെസ്സേജ് ഇത്രയേ ഉള്ളൂ, അതായത് ഫോറസ്റ്റ് ഗാർഡിന് ജില്ലീനെ വേണം. പക്ഷേ ഇത് കേട്ട ഉടനെ സുക്രു ഇതിന് റെഫ്യൂസ് ചെയ്തു. ഈ റെഫ്യൂസലാണ് നോവലിൻ്റെ ടേണിംഗ് പോയിൻ്റ് തന്നെ. ഈ റെഫ്യൂസൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഫോറസ്റ്റ് ഗാർഡ് അതൊരു റിവെഞ്ചായിട്ട് കണ്ടു. അങ്ങനെ 1 മാസത്തിന് ശേഷം ഫോറസ്റ്റ് ഗാർഡ് തിരിച്ചു വരികയാണ് ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ കൂട്ടി. അതായത് അദ്ദേഹം ആദ്യം സുക്രുവിന് കൊടുത്ത പെർമിഷൻ ഡിനൈ ചെയ്ത് ഇതൊക്കെ എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇയാൾ ചെയ്തതാണെന്ന് പറഞ്ഞതാക്കി ഗവൺമെൻറ് ഒഫീഷ്യൽസ് സുക്രുവിനെതിരെ കേസെടുക്കുന്നു. അങ്ങനെ പക്ഷേ സുക്രുവിന് വായിക്കാനൊന്നും അറിയാത്തത് കൊണ്ട് അയാൾക്ക് ലീഗൽ പ്രൊസീജിയേഴ്സ് ഒന്നും മനസ്സിലായിട്ടില്ല, പ്രിപ്പയർ ചെയ്ത പേപ്പേഴ്സ് ഒന്നും തിരിയുന്നില്ല. അങ്ങനെ അയാൾക്ക് വളരെ ഹെൽപ്ലെസ്സായി. അങ്ങനെ അവർ ജഡ്ജ്മെൻറ്റ് ചെയ്തു, സുക്രു ആണ് കുറ്റവാളി, അതുകൊണ്ട് ഇതാവാൻ ഒരു ഹെവി ഫൈൻ പേ ചെയ്താൽ മതി. അങ്ങനെ ഫൈൻ പേ ചെയ്യാൻ പറ്റാത്തപ്പോൾ സുക്രു മറ്റുള്ളവരുടെ സഹായം തേടി. അപ്പം നാട്ടിലുള്ള വില്ലേജേഴ്സ് അദ്ദേഹത്തിന് ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്. രാമചന്ദ്ര ബിസോയി എന്ന് പറയുന്ന ഒരു സഹൂക്കാർ, മണി ലെൻഡറിൻ്റെ കയ്യിൽ നിന്ന്, സഹൂക്കാർ എന്ന് പറയുന്നത് മണി ലെൻഡറാണ്, അപ്പം അയാളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ. അപ്പോൾ ആദ്യം സുക്രുവിന് ഇതൊരു നല്ലൊരു സൊല്യൂഷനായിട്ട് തോന്നി. അങ്ങനെ പൈസ വാങ്ങി.
അതുപോലെ അദ്ദേഹത്തിൻ്റെ അഗ്രിമെൻറ്റ് വായിക്കാൻ അറിയാതെ സുക്രു എന്താണെന്നറിയാതെ തമ്പ് ഇംപ്രഷൻ കൊടുത്ത് ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്തു. പക്ഷേ സുക്രു അന്ന് മനസ്സിലാക്കിയില്ല ഇതൊരു വലിയ ട്രാപ്പായിരുന്നു എന്ന്. അങ്ങനെ ആ ലോൺ അവരെ കുടുംബജീവിതം തകർക്കാൻ തുടങ്ങി. അതെങ്ങനെയാണെന്നാണ് ഇനി വരാൻ പോകുന്നത്. അങ്ങനെ ലോൺ അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത സുക്രു ഒരു സത്യം തിരിച്ചറിഞ്ഞു. അയാളും അയാളെ മക്കളും രാമചന്ദ്ര ബിസോയിക്ക് ഗോട്ടീസ് ആവുകയാണ്. ഗോട്ടീസ് എന്ന് പറഞ്ഞാൽ GOTIS. ഗോട്ടീസ് എന്ന് പറഞ്ഞാൽ ബോണ്ടഡ് ലേബറേഴ്സ്, അതായത് അടിമകളെ പോലെ അയാളുടെ ലാൻഡിൽ അയാൾക്ക് വേണ്ടി പണിയെടുക്കുന്നു. അതായത് കടത്തിന് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഇവരിതിനു വേണ്ടി പണിയെടുക്കുക. അപ്പോൾ സുക്രുവിന് മനസ്സിലായി അയാൾക്കുള്ള ഫ്രീഡം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിൽ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ് കാണിക്കാൻ വേണ്ടി നമുക്ക് ആ നോവൽ വായിക്കുമ്പോൾ തിരിയും. അയാളെ മക്കളോട് പറയുന്നുണ്ട്, ഫ്രം ടുഡേ വി ആർ ഗോട്ടീസ്. അതായത് ഇന്നു മുതൽ നമ്മൾ ഇയാൾ ഗോട്ടീസാണ്, ഇയാൾക്ക് വേണ്ടി പണിയെടുക്കേണ്ടവരാണ്. ഇത് കാണിക്കുന്നത് അവരെ ഫാമിലീൻ്റെ ഡിഗ്നിറ്റി കൊളാപ്സ് ആവുന്നതാണ്. അങ്ങനെ സുക്രു ആൻഡ് ടിക്ര രാമചന്ദ്ര ബിസോയിൻ്റെ വീട്ടിൽ പണിയെടുക്കാൻ വേണ്ടി പോവും. എന്നും പണിയെടുക്കും, പക്ഷേ ഒരിക്കലും ഇവരെ കടം തീരുന്നില്ല. എപ്പോഴും പണിയെടുത്തിട്ടും എത്ര ദിവസം പണിയെടുത്തിട്ടും ഡെപ്റ്റ് കൂടുന്നതല്ലാണ്ട് കുറയുന്നില്ല. പട്ടിണി കൂടുന്നു. പക്ഷെ അതേസമയം ഈ പ്രശ്നം ഉണ്ടാക്കിയ ഫോറസ്റ്റ് ഗാർഡും ലോക്കൽ ഒഫീഷ്യൽസും എല്ലാം സുഖമായി ജീവിക്കുമ്പോൾ ഇവിടെ സുക്രു പണിയെടുത്തും ദരിദ്രത്തിലും അലഞ്ഞു ജീവിക്കുകയാണ്. ഇത് കാണിക്കുന്നത് ഇൻജസ്റ്റിസ് ഓഫ് ദി സിസ്റ്റം, അതായത് നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ഇൻജസ്റ്റിസ് ആണ്. ഇവിടെ നമ്മളെ ഫാമിലി സഫർ ചെയ്യുന്ന ടൈമിൽ മറ്റൊരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതായത് മാണ്ഡ്യക്ക് കജൂഡിനെ കല്യാണം കഴിക്കണം. അതായത് കജൂഡി എന്ന് പറയുന്നത് ജില്ലീൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും മാണ്ഡ്യ എന്ന് പറയുന്നത് സുക്രുവിൻ്റെ മൂത്ത മകനുമാണ്. പരാജയ കസ്റ്റമിൻ്റെ ബേസ് ചെയ്തിട്ട് ബ്രൈഡിന് ഒരു പ്രൈസ് കൊടുക്കണം കല്യാണം കഴിക്കണമെങ്കിൽ. പക്ഷേ മാണ്ഡ്യേൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അങ്ങനെ അവരത് പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഹാർവസ്റ്റിന് ശേഷം കൃഷി ചെയ്ത് കിട്ടിയ പൈസ ഉപയോഗിച്ച് അങ്ങനെ കല്യാണം കഴിക്കാമെന്ന് കരുതി കല്യാണം പോസ്റ്റ്പോൺ ചെയ്യുന്നുണ്ട്. അതുപോലെ പണം ഉണ്ടാക്കാൻ വേണ്ടി അവൻ ഇല്ലീഗലായിട്ട് മാണ്ഡ്യ ചാരായം വാറ്റുന്നത് നമുക്ക് കാണാം. അതുപോലെ അദ്ദേഹത്തിൻ്റെ സിസ്റ്റേഴ്സ് പൂക്കളും മറ്റും കളക്ട് ചെയ്ത് ചെറിയ ചെറിയ സാധനങ്ങൾ വിറ്റും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. പിന്നെ നമുക്ക് കാണുന്നത് ഒരു ഫെസ്റ്റിവൽ സീസണാണ്. മോഹന്തി ഡിസ്ക്രൈബ്സ് സെവറൽ ട്രൈബൽ ഫെസ്റ്റിവൽസ്: ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ, സ്പ്രിംഗ് ഫെസ്റ്റിവൽ, ഹണ്ടിങ് റിച്വൽ, മാരേജ് സെറമണീസ്. അതായത് ട്രൈബൽ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള ഫെസ്റ്റിവൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ അത്രയും ദാരിദ്ര്യത്തിൽ കഴിയുന്നുണ്ടായിട്ടും അവരുടെ കൾച്ചറും ട്രഡീഷൻസിനും ഒന്നും ഒരു മാറ്റവും. എന്തൊക്കെ കഷ്ടതകളുണ്ടെങ്കിലും അവർ ഈ ട്രഡീഷൻസിനും ഫെസ്റ്റിവൽസിനും പാടാനും സിങ് ചെയ്യാനും സെലിബ്രേറ്റ് ചെയ്യാനൊന്നും മറക്കുന്നില്ല. പക്ഷേ സുക്രുവിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് ഫെസ്റ്റിവൽസ് ഒന്നും സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നില്ല. ഫുൾ കഷ്ടതകളുടെയും സങ്കടങ്ങളുടെയും ദിവസങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ബ്രൈഡ് പ്രൈസ് കൊടുക്കാൻ വൈകുന്തോറും കജോഡിയുടെ കല്യാണം നടക്കുകയാണ്. കജോഡി മറ്റൊരാളുമായിട്ട് കല്യാണം കഴിക്കുന്നു. ആ കല്യാണം കഴിക്കുന്ന ആൾ ആരാണെന്ന് വെച്ചാൽ ബാഗ്ല. അതായത് ജില്ലി ഇഷ്ടത്തിലായിരുന്ന ബാഗ്ലയാണ് കജോഡി കല്യാണം കഴിക്കുന്നത്. ജില്ലിയെ സംബന്ധിച്ച് അതായിരുന്നു ഏറ്റവും ഇമോഷണൽ ആയിട്ടും വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഇത്. അങ്ങനെ ഫാമിലിൻ്റെ ഡ്രീം ഓരോരുത്തരുടേതായിട്ട് ഇങ്ങനെ കൊളാപ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലീൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ മോശമായിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഫുഡ് കിട്ടുന്നില്ല. അങ്ങനെ വീട്ടിലുള്ള 2 പെൺകുട്ടികൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവർ സമീപത്ത് തന്നെ ഒരു ഹൈവേ പണിയാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ലേബർ കോൺട്രാക്ടേഴ്സ് വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ജില്ലിയും ബില്ലിയും വീട് വിട്ട് പോകുന്നത് നമുക്ക് കാണാം. ഇതറിയുമ്പോൾ സുക്രു ഷോക്കാവുന്നുണ്ട്. അദ്ദേഹത്തിന് വിഷമാവുന്നുണ്ട്. പെൺകുട്ടികൾ സഫർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്ത് അദ്ദേഹത്തിന് വിഷമാവുന്നുണ്ട്. അപ്പം ലേബർ ക്യാമ്പിൽ പല സ്ഥലത്തു നിന്നുള്ള പല വില്ലേജുകളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ചുണ്ട്. അപ്പോൾ ട്രൈബൽ ലൈഫിനെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു എൻവയോൺമെൻ്റ് ആയിരുന്നു ലേബർ ക്യാമ്പിലുള്ള. ഇവിടെ ആളുകൾ പൈസയ്ക്ക് വേണ്ടി മാത്രം പണിയെടുക്കുകയാണ്. അതുപോലെ സോഷ്യൽ ബൗണ്ടറീസൊക്കെ വീക്കറാണ്.
ക്യാമ്പ് സൂപ്പർവൈസേഴ്സ് എന്ത് ചെയ്യും, വന്ന് യങ് വുമൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അവർക്ക് വേണ്ടി സംസാരിക്കാൻ അവിടെ ആരുമില്ല. അങ്ങനെ ജില്ലി ബിക്കംസ് വൾണറബിൾ. അപ്പോൾ ഈ ലേബർ ക്യാമ്പും കാണിക്കുന്നത് അനദർ ഫോം ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. ഇതേ സമയം രാമചന്ദ്ര ബിസോയി സുക്രുവിൻ്റെ സ്വന്തം സ്ഥലം ലാൻഡ് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ഒഫീഷ്യൽസിനെ അയക്കുന്നുണ്ട്. ആ നല്ല വളക്കൂറും നല്ല വിലപിടിപ്പുള്ള ആ സ്ഥലം അങ്ങനെ സഹൂക്കർ, അതായത് രാമചന്ദ്ര ബിസോയി എടുക്കുന്നു. അങ്ങനെ ഒരു കാലത്ത് സുക്രുവിൻ്റെ സ്വന്തമായിരുന്ന ലാൻഡ് അങ്ങനെ രാമചന്ദ്ര ബിസോയിയുടെ കൺട്രോളിലാവുന്നു. അപ്പോഴാണ് പുതിയൊരു ക്യാരക്ടർ വരുന്നത്, നന്ദിബാലി പരാജ. ഒരു ഓർഫനായ ഹാർഡ് വർക്കിംഗ് ആയ ഹോണസ്റ്റായ ഒരു ക്യാരക്ടറാണ് നന്ദിബാലി പരാജ. അദ്ദേഹത്തിന് വേണ്ടത് ഒരു വൈഫിനെയാണ്, പക്ഷെ പൈസയൊന്നും വേണം. അങ്ങനെ ഹി മാരീസ് ബില്ലി. അങ്ങനെയാണ് സുക്രു ഫാമിലീൻ്റെ ഭാഗമാകുന്നത് നന്ദിബാലി പരാജ. ബാക്കിയുള്ളവരെ പോലെയല്ല, നന്ദിബാലി ലോയൽ ആൻഡ് കറേജിയസ് ആണ്. നന്ദിബാലി പരാജ ബില്ലീനെ കല്യാണം കഴിക്കുന്നു. പിന്നെയുള്ളൊരു ട്രാജിക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജില്ലീൻ്റെ കാര്യത്തിലാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ബാഗ്ലിയായിട്ട് ഇഷ്ടത്തിലായിരുന്ന ജില്ലിയെ സഹൂക്കാർക്ക് രാമചന്ദ്ര ബിസോയിക്ക് ഇഷ്ടമാവുന്നു. കുറേ ഗിഫ്റ്റ് മാനിപ്പുലേഷനൊക്കെയായി കൊടുത്ത് അവളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ജില്ലി അദ്ദേഹവുമായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നു. ഇതറിഞ്ഞ് സുക്രു ദേഷ്യത്തിൽ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. അങ്ങനെ അവൾക്ക് വേറെ എവിടെയും വഴിയില്ലാതെ അങ്ങനെ സഹൂക്കാർ രാമചന്ദ്ര ബിസോയി ഫോമലായിട്ട് മാരേജ് ചെയ്യാനുള്ള ബ്രൈഡൽ പ്രൈസ് കൊടുത്ത് അവളെ കല്യാണം കഴിക്കും. പക്ഷേ വളരെ കംഫർട്ടബിളായ ജീവിതമാണ് ജില്ലിയെ സംബന്ധിച്ചെങ്കിലും മുമ്പത്തെക്കാളും, അതായത് പട്ടിണിയും ഇതൊന്നും ഇല്ലാതെ ഒരു നല്ല ജീവിതമാണെങ്കിലും, പക്ഷെ അവൾക്ക് ചുറ്റുമുള്ളവരും പറയുന്ന ഭാഷ ഒന്നും മനസ്സിലാക്കാൻ അവൾക്ക് കഴിയുന്നില്ല. അവൾക്കൊരു സന്തോഷമില്ല. ഒരു തരം ക്യാപ്റ്റിവിറ്റി അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് ജീവിക്കുന്ന ഒരവസ്ഥയാണ് ജില്ലിക്ക് ഉണ്ടായിരുന്നത്. അതേസമയം മാണ്ടിയും തിക്രയും സുക്രുവും നന്ദിബാലിയും ഇവർ 4 പേരും കൂടി ചേർന്ന് അവരെ നഷ്ടപ്പെട്ട ലാൻഡ് തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവർ കൊരാപ്പൂട്ടിൽ പോയി കോടതികൾ കയറി ലോയേഴ്സിനെയും പെറ്റീഷൻ റൈറ്റേഴ്സിനെയും ഒക്കെ കണ്ട് പണം ചിലവാക്കി കുറേ ലാൻഡ് തിരിച്ചെടുക്കാൻ പല ശ്രമങ്ങളും നടത്തി. പക്ഷേ നമുക്കറിയാം കറപ്ഷൻ എല്ലായിടത്തും ഉണ്ട്. സഹൂക്കാർ നമ്മളെ രാമചന്ദ്ര ബിസോയി പൈസ കൊടുത്ത് എല്ലാവരെയും ബ്രൈബ് ചെയ്തിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഫെയർ ഹിയറിംഗ് നടക്കുന്നതിന് മുമ്പ് തന്നെ കേസ് ഡിസ്മിസ് ആയിപ്പോയി. അങ്ങനെ സുക്രു ലീഗൽ സിസ്റ്റത്തിൻ്റെ മുമ്പിലും തോറ്റുപോയി. അങ്ങനെ ഫൈനൽ ഇതിൽ നമുക്ക് കാണാം അദ്ദേഹം തകർന്നു. കാരണം അയാളെ മക്കളെ നഷ്ടപ്പെട്ടു, പെൺകുട്ടികളെ നഷ്ടപ്പെട്ടു, അയാളെ ലാൻഡ് പോയി, അയാളെ ഫ്രീഡം പോയി, അയാളെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. അതായത് ഒരു കാലത്ത് അയാൾ വാല്യൂ ചെയ്തിരുന്ന പലതും അയാളെ ജീവിതത്തിൽ നിന്ന് പോയി. അങ്ങനെ അയാൾ ഡെസ്പറേറ്റായി ട്രൈബൽ ഗോഡ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഒരു അത്ഭുതവും സംഭവിച്ചില്ല. അങ്ങനെ ലാസ്റ്റ് പാർട്ടിൽ നമുക്ക് കാണാം സുക്രു, മാണ്ഡ്യ ആൻഡ് തിക്ര വിസിറ്റ് സഹൂക്കർ വൺ ലാസ്റ്റ് ടൈം. അങ്ങനെ അവർ അവസാനമായിട്ട് മണി ലോണ്ടറെ കാണാൻ വേണ്ടി പോയി. അവർ അയാളെ കാല് പിടിച്ച് അപേക്ഷിച്ചു അവരെ ലാൻഡ് തിരിച്ചു തരാൻ. പക്ഷെ സഹൂക്കർ നിന്നില്ല, നോ പറഞ്ഞു. അപ്പം വർഷങ്ങളായി അവർ അനുഭവിച്ച എല്ലാം കൂടി ഫൈനലി എക്സ്പ്ലോഡഡ്. മാണ്ഡ്യ ലോസസ് കൺട്രോൾ. ഹി അറ്റാക്സ് ദ സഹൂക്കർ വിത്ത് ആൻ ആക്സ് വെച്ച് സഹൂക്കറിനെ മാണ്ഡ്യ അറ്റാക്ക് ചെയ്തു. അങ്ങനെ സഹൂക്കറിനെയും സഹൂക്കറിൻ്റെ ഫാദറിനെയും അദ്ദേഹത്തിൻ്റെ ബ്രദറിനെയും കൊന്നു. നമുക്ക് തോന്നും ഈ ആക്ട് ഒരു ബ്രൂട്ടലാണെന്ന്. പക്ഷേ മോഹന്തി അത് പ്രസൻറ്റ് ചെയ്തേക്കുന്നത് ഇസ് എ റിസൾട്ട് ഓഫ് ഇയേഴ്സ് ഓഫ് സിസ്റ്റമാറ്റിക് ഒപ്രഷൻ. വർഷങ്ങളായിട്ട് അവർ അനുഭവിച്ച ആ ഒപ്രഷനെയാണ്, അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഈ ആക്ഷനെ അയാൾ കാണുന്നത്. ഈ മർഡറിന് ശേഷം ഫാമിലി, അതായത് സുക്രു, മാണ്ഡ്യ, ടിക്ര ഇവർ 3 പേരും ഓടി ഒളിച്ചില്ല. ഇവർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇവരെ മർഡർ കൺഫസ് ചെയ്തു. അങ്ങനെ ഇവർ സറണ്ടറായി. അങ്ങനെ ഒരു ട്രാജിക് ടോണിലാണ് ഈ നോവൽ എൻഡ് ചെയ്യുന്നത്. അതായത് ഒരു കാലത്ത് നല്ല ഹാപ്പിയായി താമസിച്ചൊരു ഫാമിലി ഇന്ന് നശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റോറി പറയുന്നത് ഇറ്റ് വാസ് കോസ്ഡ് ബൈ എക്സ്പ്ലോയിറ്റേഷൻ, ഇൻജസ്റ്റിസ്, കറപ്ഷൻ ആൻഡ് ഗ്രീഡ്. ദ റിയൽ വില്ലൻ ഓഫ് ദ നോവൽ ഈസ് ദ സോഷ്യൽ സിസ്റ്റം ഇറ്റ് സെൽഫ്. അപ്പോൾ ഈ നോവലിലെ റിയൽ വില്ലൻ എന്ന് പറയുന്നത് സോഷ്യൽ സിസ്റ്റമാണ്. അപ്പോൾ ഈ നോവലിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലിറ്റററി ടെക്നിക്സ്. ഇതിൽ മോഹന്തി യൂസ് ചെയ്തത് റിയലിസം. അതായത് ലൈഫ് എങ്ങനെയാണോ അതങ്ങനെ തന്നെയാണ് മോഹന്തി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഐഡിയലൈസ്ഡ് ഹീറോസോ അല്ലെങ്കിൽ അത്ഭുതകരമായ എന്തെങ്കിലും സൊല്യൂഷൻസോ ഒന്നും ഇല്ല. എങ്ങനെയാണ് ജീവിതം,
അതിൻ്റെ റിയാലിറ്റി അദ്ദേഹം കാണിക്കുന്നത് ഇഗ്നോ ലേണേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. BEG 144 അണ്ടർസ്റ്റാൻഡിങ് ദ നോവൽ, അതിലാണ് ഗോപിനാഥ് മൊഹന്തിൻ്റെ പരാജയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ കുറേ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതും അതുപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പറയുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളത് ഇന്ത്യൻ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് പരാജ, അതായത് പരാജയിലുള്ള ഇന്ത്യൻ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ട്രൈബൽ കൾച്ചർ, കസ്റ്റംസ്, ട്രഡീഷൻസ്, എക്സ്പ്ലോയിറ്റേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് സെക്കൻഡ് യൂണിറ്റിൽ പോവുകയാണെങ്കിൽ എക്കണോമിക് പ്ലൈറ്റ് ഓഫ് ദി ട്രൈബൽസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുക. അതുപോലെ 2.4 പേജ് നമ്പർ 23 സബാൾട്ടേൺ വോയിസ്, അതും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ചെറിയ 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസിനൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ സുക്രുജാനിയെ ചെക്ക് യുവർ പ്രോഗ്രസ്സിൽ കാണാം. 3rd ക്വസ്റ്റ്യൻ, ഹൗ ഡസ് സുക്രുജാനി അവർ പ്രൊട്ടാഗനിസ്റ്റ് റിപ്രസെൻറ്റ് ദ മാർജിനലൈസ്ഡ് ആയ ആളുകളെ റെപ്രസെൻറ്റ് ചെയ്തത് സുക്രുജാനി എങ്ങനെയാണ്? സുക്രുജാനി ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്, അപ്പോൾ അത് പഠിക്കാം. അതുപോലെ യൂണിറ്റ് 3 പരാജയിലെ തീംസ് ആൻഡ് പ്ലോട്ട്, അതുപോലെ അതിലെ പരാജയിലെ തീംസ്. നമുക്കറിയാം കുറേ തീംസ് ഉണ്ട് അതിൽ വരുന്നത്. നല്ലപോലെ വാരി വലിച്ചെഴുതാൻ പറ്റുന്ന കുറേ തീം ഗോപിനാഥ് മൊഹന്തിൻ്റെ ഇതിലുണ്ട്. അതായത് എക്സ്പ്ലോയിറ്റേഷൻ, അറ്റാച്ച്മെൻറ്റ് ടു ലാൻഡ്, പോവേർട്ടി, കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പറേഷൻ, ട്രൈബൽ ഐഡൻറ്റിറ്റി, പിന്നെ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി, റെസിസ്റ്റൻസ്, സിംബൽസ്, ലാൻഡ്, ഫോറസ്റ്റ്, അങ്ങനെ ഒത്തിരി തീംസ് ഈ നോവലിലുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാം. പിന്നെ പരാജയൻ്റെ പ്ലോട്ട് നോക്കുക. അതുപോലെ ലാസ്റ്റ് യൂണിറ്റിൽ അതിലെ ലാംഗ്വേജ്, അതുപോലെ കൊളോക്യലിസം, അതുപോലെ സോങ്സ്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അതായത് ഇമ്പോർട്ടൻസ് ഓഫ് സോങ്സ് ആൻഡ് പോംസ് ഇൻ ദ പരാജ. അതുപോലെ പരാജ ആസ് ആൻ ഇന്ത്യൻ ടെയിൽ ഓഫ് സർവൈവൽ. ഇത്രയും ടോപ്പിക്സാണ് പരാജ എന്ന ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം. സിഗ്നിഫിക്കൻസ് ഓഫ് സോങ്സ് ആൻഡ് പോയംസ്, യൂസ് ഓഫ് കൊളോക്യലിസം, ടേം സബാൾട്ടേൺ, അതുപോലെ പരാജ ഈസ് അബൌട്ട് ഹ്യൂമൻ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ടെയിൽ ഓഫ് സർവൈവൽ, എക്കണോമിക് പ്ലൈറ്റ് ഓഫ് ട്രൈബൽസ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്.